ഇന്ന് ആഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യദിനം. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. 50 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമാണ് ഷോലെ റിലീസ് ചെയ്തത്. 1975 ഓഗസ്റ്റ് 15 റിലീസ് ചെയ്തപ്പോൾ ഫ്ലോപ്പ് എന്ന് മുദ്ര കുത്തിയ സിനിമയാണ് ഷോലെ. കാരണം സിനിമ റിലീസ് ചെയ്യുന്നത് സ്വാതന്ത്ര്യദിനത്തിലാണ്. അന്ന് ഏത് സിനിമ കാണാനും ആളുണ്ടാവും, തിയേറ്ററുകൾ നിറയും. പക്ഷേ ഷോലെ കാണാൻ അധികം ആളുകളൊന്നും എത്തിയില്ല. തുടർന്നുള്ള ദിവസങ്ങളിലും അതേ അവസ്ഥ തന്നെയായിരുന്നു. പല സീനുകളും മാറ്റി റീഷൂട്ട് ചെയ്യാൻ പോലും പ്രൊഡ്യൂസർ GP സംവിധായകൻ രമേശ് സിപ്പിയും തീരുമാനിക്കുകയുണ്ടായി. അന്നൊക്കെ ചെയ്യുന്ന പോലെ ഓടി നടന്ന് പല തിയേറ്ററിൽ നിന്ന് പ്രിൻ്റുകളൊക്കെ എടുത്ത് കഥ സ്ലോ ആകുന്നു എന്ന് തോന്നിയ സീനുകളൊക്കെ വെട്ടിമാറ്റി. പക്ഷേ മുംബൈയിലെ മിനർവ തിയേറ്ററിലെ കോപ്പി 70mm ആയതുകൊണ്ട് അത് മാറ്റാനായില്ല. തിയേറ്റർ ഉടമ മാറ്റങ്ങളൊന്നുമില്ലാതെ പടം ഓടിച്ചുകൊണ്ടിരുന്നു. തങ്ങളുടെ ചിത്രം പരാജയപ്പെടില്ല എന്ന് തിരക്കഥാകൃത്തുക്കളായ സലീമിനും ജാവേദിനും ഉറപ്പുണ്ടായിരുന്നു. ആളുകൾ പുതിയ പടം കാണട്ടെ, പരിചയപ്പെടട്ടെ എന്നാണ് അവർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. സിനിമ കണ്ടവർ പറഞ്ഞറിഞ്ഞ് കൂടുതൽ ആളുകൾ സിനിമ കാണാനെത്തി. കൂട്ടമായി എത്തി. പിന്നെ വെട്ടിയ സീനുകളൊക്കെ എല്ലാ പ്രിൻ്റുകളിലും റീജോയിൻ്റ് ചെയ്ത് പടം ഓടിക്കാൻ തുടങ്ങി. ഏ ദോസ്തി ഹം നഹി തോടെങ്കെ, മെഹബൂബ സിനിമ കണ്ടിറങ്ങുന്നവർ ആ പാട്ടുകളൊക്കെ മൂളാൻ തുടങ്ങി. കിത്നെ ആദ്മി ഥേ, തേരാ ക്യാ ഹോഗ കാലിയ ഡയലോഗുകൾ പറഞ്ഞ് രസിക്കാനും തുടങ്ങി. വിശേഷിച്ചും അംജദ് ഖാൻ അവതരിപ്പിച്ച വില്ലനായ ഗബ്ബർ സിംഗിൻ്റെ ഡയലോഗുകൾ. ഗബ്ബറിൻ്റെ ഓരോ വരി ഡയലോഗും ഹിന്ദി അറിയാവുന്ന ഇടങ്ങളിലൊക്കെ തരംഗമായി തന്നെ മാറി. വീരു, ജയ്, താക്കൂർ, ബസന്തി, രാധ, ഇന്ത്യൻ മണ്ണിൽ വേരുറച്ച കഥാപാത്രങ്ങൾ. ഒരു സീൻ പോലും മാറ്റാൻ കഴിയാത്തത്ര ഇഴകോർത്ത സ്ക്രീൻ പ്ലേ. മതസൗഹാർദ്ദത്തിൻ്റെ മേമ്പൊടി ചേർക്കാനും ഒരു വിധവയുടെ പ്രണയം പറയാനുമുള്ള അവസരവും അവർ മറന്നില്ല. അടിയും പിടിയും പാട്ടും ഡാൻസും പ്രണയവും വിരഹവും കോമഡിയും എല്ലാ ചേരുവകളുമുണ്ട്. പിന്നെ എത്ര കണ്ടാലും എത്ര കേട്ടാലും മതി വരാത്ത ഒരു സിനിമയായി അത് മാറി. അങ്ങനെ മിനർവ തിയേറ്ററിൽ ഷോലെ 5 വർഷമാണ് ഓടിയത്. ഓടി അതൊരു ചരിത്രം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു. അതുവരെ ഒരു ചിത്രവും അങ്ങനെ ഓടിയിട്ടില്ല.